എല്ലാവർക്കും നമസ്കാരം. നമ്മൾ റിംഗ് തിയറിയുടെ അവസാനത്തെ പോർഷനാണ്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ള കുറച്ച് പോർഷൻസ്, അതായത് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് നമുക്ക് ഒഴിവാക്കിയിട്ട് ഓൾറെഡി നിങ്ങൾക്ക് സിലബസ് ഇത് ഉണ്ട്. മാത്രമല്ല നിങ്ങളുടെ എക്സാം അനൗൺസ് ചെയ്ത ടൈം കൺസ്ട്രെയിൻറ്റും എല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയൊരു ചാപ്റ്റർ അത് ഒഴിവാക്കാം. ബാക്കിയുള്ളതിൽ നിന്നൊക്കെ ചോയ്സ് കിട്ടും. അഥവാ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. വാല്യുവേഷനിലോ സ്കീമിലോ ഒക്കെ വ്യത്യാസം വരുത്താം. അപ്പോൾ നിങ്ങൾ പക്ഷേ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇതുവരെയുള്ള ഈ വീഡിയോ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ്റെ ഒരു വീഡിയോയും കൂടെ ഇടും. അതും കൂടെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോയി പരീക്ഷ എഴുതാൻ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് പോളിനോമിയൽ റിങ്സ് ആയിരുന്നു നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ, റെഡ്യൂസിബിൾ പോളിനോമിയൽ. പോളിനോമിയൽസിൽ എന്താണ് റെഡ്യൂസിബിൾ പോളിനോമിയൽ? നമ്മൾ നമ്പേഴ്സിന്റെ കേസിൽ പ്രൈംസും കോമ്പോസിറ്റും പറയുന്ന പോലെ ഒരു അനലോഗസ് കൺസെപ്റ്റ് ആണ് പോളിനോമിയൽസിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയലും റെഡ്യൂസിബിൾ പോളിനോമിയലും. സോ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ is a kind of not exactly but some kind of analogues between primes, but it is not exactly. അതുപോലെ റെഡ്യൂസിബിൾ, പേര് പറയുന്ന പോലെ തന്നെയാണ് ഡെഫിനിഷനും. ശ്രദ്ധിക്കുക. ലെറ്റ് ഡി ബി ആൻ ഇന്റഗ്രൽ ഡൊമൈൻ. എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഫ്രം ഡി ഓഫ് എക്സ്. ഇതെന്താ? ഡി ഓഫ് ഡി സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യൻസ് കമ്മിങ് ഫ്രം ഡിസ് ഡി, അല്ലേ? വിച്ച് ഈസ് നൈദർ സീറോ പോളിനോമിയൽ നോർ എ യൂണിറ്റ് ഇൻ ഡി ഓഫ് എക്സ്. യൂണിറ്റ് ഇൻ ഡി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലിമെന്റ്സ്, അതായത് എസെൻഷ്യലി ഡിയിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലിമെന്റ്സുകളാണ് അവിടുത്തെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ ഇൻ ജനറൽ ഡി ഓഫ് എക്സിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലിമെന്റുകളെയാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈസ് സെറ്റ് ടു ബി ഇറഡ്യൂസിബിൾ ഓവർ ഡി ഇഫ് എഫ് ഓഫ് എക്സിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു ഫാക്ടറൈസേഷൻ എഴുതാൻ പറ്റും. അതിൽ ജിയുടെയും എച്ചിന്റെയും ജിയും എച്ചും യൂണിറ്റ് ആവാൻ പാടില്ല. ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ഫ്രം ഡി ഓഫ് എക്സ്. ദെൻ ജി ഓഫ് എക്സ് ഓർ എച്ച് ഓഫ് എക്സ്, ഐ എം സോറി, ഞാൻ റെഡ്യൂസിബിൾ അല്ല, ഇറഡ്യൂസിബിളിന്റെ കാര്യമാണ് പറയുന്നത്. അത് റെഡ്യൂസിബിൾ എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ ഒരു ഫാക്ടറൈസേഷൻ എഴുതിയാൽ ജി ഓഫ് എക്സോ എച്ച് ഓഫ് എക്സോ യൂണിറ്റ് ആയിരിക്കണം. നമ്മൾ പ്രൈമിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്. ഒരു പ്രൈം നമ്പറിനെ നമ്മൾ എ ബി എന്നൊരു ഫാക്ടറൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എയോ ബിയോ എന്തായിരിക്കണം? 1 ആയിരിക്കണം, അല്ലെ? എന്ന് പറയുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഒരു ഫാക്ടറൈസേഷൻ എഴുതിയാൽ ജി ഓഫ് എക്സോ എച്ച് ഓഫ് എക്സോ ഒരു യൂണിറ്റ് ആയിരിക്കണം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലിമെന്റ് ആയിരിക്കണം. 1 ആകണമെന്ന് പറയുന്നില്ല, യൂണിറ്റി ആകണമെന്ന് പറയുന്നില്ല. ജി ഓഫ് എക്സോ എച്ച് ഓഫ് എക്സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള ഒരു എലിമെന്റ് ആയിരിക്കും, ഒരു എലിമെന്റ് ആയി മാറണം. A non-zero non-unit element of d of x that is not irreducible. ഇത് റെഡ്യൂസിബിൾ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റെഡ്യൂസിബിൾ എന്ന്. ഇത് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു പോളിനോമിയൽ എടുക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 4 ഓവർ ക്യൂ. അതുപോലെ സെയിം പോളിനോമിയൽ തന്നെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓവർ ഇസഡ് എടുത്തു. അതായത് ദിസ് ഈസ് ആൻ എലിമെന്റ് ഓഫ് ക്യൂ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ആൻഡ് ദിസ് ഈസ് ആൻ എലിമെന്റ് ഓഫ് ഇസഡ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇത് രണ്ട് രീതിയിലും അതിനെ കൺസിഡർ ചെയ്യാമല്ലോ, അല്ലെ? കോഎഫിഷ്യൻസ് ക്യൂവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ക്യൂ ഓഫ് എക്സിലും, ഇസഡിൽ നിന്ന് കണക്കാക്കിയാൽ അത് ഇസഡ് ഓഫ് എക്സിലും. ഇവിടെ എഫ് ഓഫ് എക്സിനെ ഞാൻ ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് എഴുതി വരുന്നു വെച്ചു. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ് ആണ്. ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്താ? 2 ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ്. ദാറ്റ് ഇംപ്ലൈസ് 2 ഡിഗ്രി വരണമെങ്കിൽ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ ആവാൻ പറ്റൂ? 0യോ 1 ആവണം. അതുപോലെ ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ ക്യൂവില് ഡിഗ്രി 1 അതിൽ താഴെ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? സോ ഡിഗ്രി 0 ആയി കഴിഞ്ഞാൽ, ഡിഗ്രി 0 ആകുക എന്ന് പറഞ്ഞാൽ
സീറോ ഡിഗ്രി പോളിനോമിയൽ. സീറോ ഡിഗ്രി പോളിനോമിയൽ ആർ ഏതാ? എലിമെന്റ്സ് ഓഫ് ക്യൂ അല്ലേ? എലിമെന്റ് ഓഫ് ക്യൂ. നോൺ സീറോ എലിമെന്റ്സ് അല്ലേ? ഇറ്റ് ഹാസ് multiplicative inverse. So they are units. അപ്പോൾ സീറോ വന്നു കഴിഞ്ഞാൽ പറ്റൂല. ഇങ്ങനെ ഒരു ഫാക്ടറൈസേഷനിൽ സീറോ വന്നു കഴിഞ്ഞാൽ സീറോ അല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഡിഗ്രി 1 മീൻസ് ഡിഗ്രി ജി ഓഫ് എക്സ് 1ഉം ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ് 1ഉം ആണെങ്കിൽ ഓക്കെ. സോ ഡിഗ്രി 1 ആണെങ്കിൽ ദിസ് ഈസ് നോട്ട് പോസിബിൾ എന്നുള്ളത് ഞാൻ വേഗമായിട്ട് പറയാം. പക്ഷെ താഴോട്ട് നമ്മളത് റിഗറസ് ആയിട്ട് പറയും. ഈ 2x² + 4നെ എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? ഡിഗ്രി 1 ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിന് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്താൽ x² + 2 സീറോ ആവും. ദാറ്റ് മീൻസ് x² = -2 ആവും. ഇത് പറ്റില്ലല്ലോ. അപ്പം ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് റീസൺ താഴെ നമ്മളൊരു റിസൾട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 2x² + 4 ക്യൂവിൽ റെഡ്യൂസിബിൾ ആണ്. പക്ഷേ ഇസഡ് ഓഫ് എക്സിൽ എനിക്കതിനെ റെഡ്യൂസ് ചെയ്യാം. കാരണം ഇസഡ് ഓഫ് എക്സിൽ 2x² + 4നെ 2 × x² + 1 എന്ന് എഴുതാം. 2 യൂണിറ്റ് അല്ല, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ല. ഇതും യൂണിറ്റ് അല്ല, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിനെ രണ്ട് നോൺ യൂണിറ്റ്സുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് സ്മാളർ ഡിഗ്രി പ്രൊഡക്റ്റ് ആയിട്ട് എനിക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാം. സ്മാളർ എന്ന് പറഞ്ഞാൽ ഈക്വലും ആകാം. സോ നെയ്തർ 2 nor x² + 2 ഈസ് എ യൂണിറ്റ് ഇൻ ഇസഡ് ഓഫ് എക്സ്. ഇത് ക്യൂ ഓഫ് ഇസഡ് ഓഫ് എക്സിലെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ക്യൂ ഓഫ് എക്സിൽ എന്തുകൊണ്ടാണ് ഇത് റെഡ്യൂസിബിൾ ആയത് അല്ല ഇറെഡ്യൂസിബിൾ ആയത് എന്നുള്ളത് നമുക്ക് താഴോട്ട് നിങ്ങൾ മനസ്സിലാക്കും. ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഇനി ആറിലായാലും അത് റെഡ്യൂസിബിൾ ആണ്. ബട്ട് റെഡ്യൂസിബിൾ ഓവർ സി. സിയിൽ എന്താ ചെയ്യണമെന്ന് അറിയാമോ? 2ൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇതിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് x² + 2 = 0. ദിസ് ഇംപ്ലൈസ് x² = -2 അല്ലേ? ദാറ്റ് ഇംപ്ലൈസ് x is equal to ±√-2. ദാറ്റ് മീൻസ് വാട്ട്? ±2i അല്ലേ? അപ്പോൾ എനിക്ക് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് വെരിഫൈ ചെയ്ത് നോക്കുക. ഇതിനെ എനിക്ക് x - 2i × x + 2i ഇങ്ങനെ എഴുതാം ഇൻ സി ഓഫ് എക്സ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി x² + 2 പിന്നെ പുറത്ത് 2, അതായത് 2x² + 4 തന്നെ കിട്ടും. അപ്പോൾ സിയിൽ എനിക്ക് ഇതിനെ രണ്ട് സ്മോളർ ഡിഗ്രി പോളിനോമിയലായിട്ട് യൂണിറ്റ് അല്ലാത്ത പോളിനോമിയലായിട്ട് എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആറിലും അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ റെഡ്യൂസിബിലിറ്റി അല്ലെങ്കിൽ ഇറെഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത് അണ്ടർലൈൻ ഇന്റഗ്രൽ ഡൊമൈനിനെ അല്ലെങ്കിൽ റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ എക്സാമ്പിൾസ് പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ക്ലിയർ ആവാത്ത ഭാഗം എന്ന് പറയുന്നത് ക്യൂവിലും ആറിലും ഇത് എന്തുകൊണ്ട് ഇറെഡ്യൂസിബിൾ ആയില്ല എന്നുള്ളത് താഴോട്ട് പറയുന്ന റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. The polynomial x² - 2 is irreducible over Q but reducible over R. അതിൻ്റെ റീസണും ഞാൻ പൂർണ്ണമായിട്ട് ഒരു റിസൾട്ടിൽ നിന്ന് മനസ്സിലാവും. ബട്ട് ദ ഐഡിയ ഗോസ് ലൈക്ക് ദിസ്. x² - 2 = 0 ആകണമെങ്കിൽ x² = 2 ആകണം. ദാറ്റ് ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു എന്താകണം? ±√2 ആകണം. പക്ഷെ √2 എന്ന് പറയുന്നത് √2 ഈസ് നോട്ട് ആൻ എലിമെന്റ് ഓഫ് Q ബട്ട് √2 എലിമെന്റ് ഓഫ് R. അപ്പോൾ ആറിൽ എനിക്ക് x² - 2നെ എങ്ങനെ എഴുതാം? x + √2 × x - √2 എന്ന് എഴുതാം. ബട്ട് ദിസ് ഈസ് നോട്ട് വാലിഡ് ഇൻ Q ഓഫ് എക്സ്. Q ഓഫ് എക്സിൽ കാരണം √2 Q ഓഫ് എക്സിൽ ഇല്ല. സിൻസ് √2 Q ഓഫ് എക്സിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ റെഡ്യൂസിങ് Q ഓഫ് എക്സിൽ വാലിഡ് അല്ല. ഇനി നമ്മുടെ Z3യിൽ അതിൽ നമുക്ക് കൺസിഡർ x² + 1നെ Z3 ഓഫ് എക്സിലെ പോളിനോമിയലായിട്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x² + 1നെ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ
എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിനെ ഫാക്ടറൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ Z3യിൽ ഏതൊക്കെ എലിമെൻറ്റ്? Z3യിലെ എലിമെൻറ്റ്സ് 0, 1, 2. ഞാനിതിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 ഈസ് 1, എഫ് ഓഫ് 1 ഈസ് 2, എഫ് ഓഫ് 2 ഈസ് 2, 2, 4, 1, 5, 5 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ ഇതിന് സീറോസ് ഉണ്ട്, നോ സീറോസ് ഇൻ Z3. But in Z5 എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിനെ എനിക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം. ഓർ സെയിം കാര്യം വേറെ തരത്തിൽ ഇങ്ങനെ എഴുതാം. Z5ലാണ് ഓർക്കണേ, Z5ൽ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വേണമെങ്കിലും എഴുതാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ വരിക? ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 3xും 2xും 5x ആവും പ്ലസ് 6. ഇത് Z5ലാണ്. Z5ൽ ഇതിന് എന്തിന് ഈക്വൽ? എക്സ് സ്ക്വയർ പ്ലസ് 5x 0 ആവും, 6 എന്ന് പറയുന്ന 1ന് ഈക്വൽ അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ദിസ് പോളിനോമിയൽ ഈസ് റെഡ്യൂസിബിൾ ഓവർ Z5. Z5ൽ റെഡ്യൂസ് ചെയ്യാം, പക്ഷേ Z3യിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ റെഡ്യൂസിബിലിറ്റി ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് അല്ലാതെ എങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് റിസൾട്ടുകൾ നോക്കാം. ഒന്നാമത്തെ റിസൾട്ട് റെഡ്യൂസിബിലിറ്റി ടെസ്റ്റ് ഫോർ ഡിഗ്രി 2 ആൻഡ് ഡിഗ്രി 3. അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞ കാര്യം ക്ലിയർ ആകുന്നത് അപ്പോഴായിരിക്കും. ഇവിടേക്ക് നമ്മൾ കൺസിഡർ ചെയ്ത് ഡിഗ്രി 2 ആയിരുന്നു. അപ്പോൾ അതിന് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് റിസൾട്ട് നോക്കുക. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ഇഫ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആൻഡ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് 2 or 3, ദെൻ എഫ് ഓഫ് എക്സ് ഈസ് റെഡ്യൂസിബിൾ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് എക്സ് ആസ് എ 0. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ സീറോസ് കണ്ടുപിടിച്ച് നോക്കിയത്. കണ്ടോ, സീറോസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റൂ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന എന്താ? ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് 2 or 3 അല്ലേ? സപ്പോസ് എഫ് ഓഫ് എക്സിനെ ഞാൻ റെഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ്. ഞാൻ ഫീൽഡിലാണ്, ഇത് ഇന്റഗ്രൽ ഡൊമൈൻ അല്ല, ഇതൊരു ഫീൽഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫീൽഡിൽ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ് ആണ്. നമ്മൾ മുന്നേ കണ്ടതാണ്. ഡിഗ്രികൾ നമുക്ക് സം ചെയ്യാം. പ്രോഡക്റ്റിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പോളിനോമിയലിന്റെ ഡിഗ്രികളുടെ സം ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് ഡിഗ്രി ഓഫ് ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താ? 2 or 3 അല്ലേ? അപ്പോൾ ഈ 2 or 3 കിട്ടണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഡിഗ്രി എന്താണ്? 1 ആണ് അല്ലേ? സോ ദാറ്റ് ഇംപ്ലൈസ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഓർ ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ രണ്ടും 1 ആകും. 2 കിട്ടണമെങ്കിൽ രണ്ടും 1 ആകണം, അല്ലെങ്കിൽ ഒന്ന്. സോ സപ്പോസ് ഇവിടെ നമ്മൾ വെയർ ജി ഓഫ് എക്സ് ഓർ എച്ച് ഓഫ് എക്സ് ആർ നോൺ യൂണിറ്റ്സും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഡിഗ്രി സോ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. So we are assuming that, so suppose that f of x is reducible and f of x is this product. Okay. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് 1 ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ് 1 ആയിരിക്കണം. ഡിഗ്രി 1 ആണെങ്കിൽ ഇഫ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒരു ഫോം എന്തായിരിക്കും? ഒരു ഫസ്റ്റ് ഡിഗ്രി ടേം പിന്നെ ഒരു കോൺസ്റ്റന്റ് ഫോർ സം എ കോമ ബി ബിലോങ്സ് ടു എഫ്. എ 0 ആകാൻ പറ്റില്ല, കാരണം എ 0 ആയി കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിപ്പോകും അല്ലേ? എ 0 ആയി കഴിഞ്ഞാൽ എ എക്സ് 0 ആവും, അപ്പോൾ അത് കോൺസ്റ്റന്റ് ആയിപ്പോകും. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്
എ എക്സ് പ്ലസ് ബി ഫോമിലായിരിക്കും. എ എക്സ് പ്ലസ് ബി ഫോമിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് ഞാൻ ഒന്നുകൂടെ പറയാം. തന്നിരിക്കുന്ന നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് റെഡ്യൂസിബിൾ ആണ് എന്നാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതിൽ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും നോൺ സീറോ നോൺ യൂണിറ്റ് ആയിരിക്കും അല്ലേ. നോൺ സീറോ, ഇവിടെ നോൺ സീറോ എന്നും കൂടെ ഉണ്ട്. നോൺ സീറോ നോൺ യൂണിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താവും, ഇതിൻ്റെയും സം ആവും. ഇപ്പോൾ 2ഉം 3ഉം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇപ്പോൾ 1 ആകണം. കാരണം ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സും ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് 1 ആണെങ്കിൽ അതിനെ ഇങ്ങനെ എക്സ് പ്ലസ് ബി എന്ന് എഴുതാം, വിത്ത് എ നോട്ട് ഈക്വൽ ടു 0. നൗ ദെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഈസ് എ 0 ഓഫ് ജി ഓഫ്. മൈനസ് ബി ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. അപ്പം നമുക്ക് മനസ്സിലാകാം ഈ മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് അറിയാമോ. മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് ബി എ ഇൻവേഴ്സ് ആണ്. മൈനസ് ബി എ ഇൻവേഴ്സ്. മൈനസ് ബി ബൈ എന്ന് എഴുതിയാലും തെറ്റില്ല. അപ്പോൾ ഒരു സൈഡ് പ്രൂവ് ആയി, റെഡ്യൂസിബിൾ ആണെങ്കിൽ ഇറ്റ് ഹാസ് എ 0. ഇനി കോൺവേഴ്സിലി if f of a equal to 0, then x minus a is a factor. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്, factor of f of x. So that implies f of x നെ എനിക്ക് എങ്ങനെ എഴുതാം, x minus a into some g of x എന്ന് എഴുതാം. So f is reducible. വിത്ത് ജി ഓഫ് എക്സിന്റെ ഡിഗ്രി എന്തായിരിക്കും, എഫ് ഓഫ് എക്സിന്റെ 2ഉം 3ഉം ആണെങ്കിൽ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. കാരണം ഓൾറെഡി ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയോളൂ. അപ്പൊ ഇതാണ് ആ റിസൾട്ട്. ഇപ്പൊ ഡിഗ്രി 2ഓ 3ഓ ഉള്ളതിന് ഒരു 0 വേണം. അതാണ് ഞാനിവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 റെഡ്യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിനൊരു 0 വേണം. അപ്പോൾ Z3യിൽ എനിക്ക് അതിന് സീറോസ് ഒന്നും ഇല്ല. Z3യിൽ സീറോസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കൺക്ലൂഡ് ചെയ്തത് ഇറ്റ് ഈസ് ഇറഡ്യൂസിബിൾ. Z3യിൽ ഇറഡ്യൂസിബിൾ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ കാര്യം ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ്. 2ഓ 3ഓ ഡിഗ്രി ഉള്ള പോളിനോമിയലിന് 0. അതുപോലെ തന്നെ ഇവിടെയും എക്സ് സ്ക്വയർ മൈനസ് 2 ക്യൂവിൽ ഇറഡ്യൂസിബിൾ എന്ന് പറയാൻ കാരണം അതിന് 0 ഇല്ലാത്തത് കൊണ്ടാണ്. സോ അതാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത്. ആ സെയിം റീസൺ തന്നെയാണ് ഇവിടെ 2x സ്ക്വയർ പ്ലസ് 4ന്. 2x സ്ക്വയർ പ്ലസ് 4ന് 6ൽ 0 ഇല്ല. സോ നോ സീറോസ് ഇൻ R. സോ ഇറഡ്യൂസിബിൾ. ഓക്കെ, അടുത്ത് ഇനി ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ ഈ റിസൾട്ട് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഉദാഹരണത്തിന് ഈ ഒരു പോളിനോമിയൽ എടുക്കുക. ഇതിന് ഇറ്റ് ഹാസ് നോ സീറോസ് ഇൻ ക്യൂ. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. കുറച്ച് ബുദ്ധിമുട്ടില്ല. ഇത് മാത്രം മനസ്സിലായാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ പ്ലസ് 4നെ ആക്ച്വലി എനിക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാം. ഇത് 0 ആകണമെങ്കിൽ എന്താകണം, എക്സ് സ്ക്വയർ പ്ലസ് 1 0 ആകണം. That implies x square equal to minus 1. So it has no zeros, but it is reducible. കാരണം എന്താ, അതിനകത്ത് ചെറിയ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ സീറോസ് റെഡ്യൂസ് ആകാൻ സീറോസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് ഡിഗ്രി 2ഓ 3ഓ ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് സീറോസ് വേണം. അതാണിത് പറയുന്നത്. സോ നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്, നമുക്ക് അടുത്ത ഒരു 1-2 റിസൾട്ട് പഠിക്കാൻ നമുക്ക് പ്രിമിറ്റീവ് പോളിനോമിയൽ എന്നുള്ളൊരു കൺസെപ്റ്റ് വേണം. പ്രിമിറ്റീവ് പോളിനോമിയൽ പറയാൻ വേണ്ടിയിട്ട് ഒരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ടേക്ക് എ നോൺ സീറോ പോളിനോമിയൽ, ദ കണ്ടന്റ് ഓഫ് എ നോൺ സീറോ പോളിനോമിയൽ ഈസ് അതിൻ്റെ കോഫിഷ്യൻറ്റുകളുടെ GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് ഓഫ് ദ കോഫിഷ്യൻസ്. ഇത് നമ്മൾ എടുക്കുന്നത് ഇസഡ് ഓഫ് എക്സിൽ മാത്രമാണ് ഇത് ബാധകമാവുന്നത് ഒരു ഡെഫിനിഷൻ. കാരണം GCD എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് ഇസഡ് ഓഫ് എക്സിൽ മാത്രമായതുകൊണ്ട് ഈ ഡെഫിനിഷൻ ഇസഡ് ഓഫ് എക്സിലാണ് ബാധകം. ഈ പ്രിമിറ്റീവ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ
കണ്ടന്റ് എന്താകണം 1 ആകണം. ഉദാഹരണത്തിന് if you consider 2x square plus 4, what is the content? GCD of 2 comma 4 which is equal to, if you take 2x square plus 3, so what is the content? This is GCD of 2 comma 3 which is equal to 1. So this is a primitive polynomial. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു റിസൾട്ട് ഉള്ളത് the product of two primitive polynomials are always primitive. Okay, so the proof goes like this. Proof: let f of x and g of x are two primitive polynomials in z of x. അല്ലേ, z of x ലാണ് നമ്മൾ പറയുന്നത്. എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പ്രിമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഇത് z of x ൽ മാത്രമേ ഉള്ളൂ. let d is equal to content of f of x into g of x. നമുക്ക് എന്താ കാണിക്കേണ്ടത്? d equal to 1 എന്ന് കാണിക്കണം. to prove d equal to 1, let p be a prime divisor of d. let f bar of x comma g bar of x. ഇവിടെ ഒരു ട്രിക്ക് നമ്മൾ ZP ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോൺഗ്രുവൻസ് ക്ലാസ്സുകൾ, ഇക്വിവാലൻസ് ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. കോൺഗ്രുവൻസ് ക്ലാസ് f of x f bar of x g of x g bar of x and f of x g of x bar be the polynomials obtained from f of x comma g of x and f of x into g of x by reducing the coefficients modulo p. അത് ആ പറഞ്ഞിരിക്കുന്നത് എന്താ സംഭവം? ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ 2x സ്ക്വയർ പ്ലസ് 4 എടുക്കുക. ഇതിനെ മോഡുലോ 2 റെഡ്യൂസ് ചെയ്താൽ എന്ത് വരും? 0x സ്ക്വയർ പ്ലസ് 0 വരും അല്ലേ. 2x സ്ക്വയർ പ്ലസ് 3 ആണെങ്കിലോ മോഡുലോ 2 റെഡ്യൂസ് ചെയ്താൽ ഇത് 0x സ്ക്വയർ പ്ലസ് 1 ആവും. ഇങ്ങനെ അപ്പോൾ ആ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് ഒക്കെ എന്താണോ അതിൻ്റെ കോഫിഷ്യൻസുകളെ മോഡുലോ പി റെഡ്യൂസ് ചെയ്യുക. പി എന്താണെന്ന് ഓർക്കുക. പി എന്ന് പറയുന്നത് ആ കണ്ടന്റിൻ്റെ GCDയുടെ ഒരു ഡിവൈസറാണ്. ആ കോഫിഷ്യൻറ്റുകളുടെ GCD എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിവൈസറിനെയാണ് പി എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ എഫ് ബാർ ഓഫ് എക്സും ജി ബാർ ഓഫ് എക്സും എവിടുത്തെ പോളിനോമിയലാണ്? പോളിനോമിയൽസ് ഇൻ ZP ഓഫ് എക്സ് അല്ലേ. ZP ഓഫ് എക്സ് കോഫിഷ്യൻസ് ZPയിൽ നിന്നായി റെഡ്യൂസ് ചെയ്ത് ZPയിലേക്ക് ആക്കിയല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് എഫ് ബാർ ഓഫ് എക്സ് ഇൻറ്റു ജി ബാർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്ത് തന്നെ ആയിരിക്കും? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ബാർ ആയിരിക്കും. ഇതൊരു വെരിഫിക്കേഷൻ ഉണ്ട്. അത് എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളിൽ ഇവിടെ വെരിഫൈ ചെയ്ത് നോക്കാം അത് ശരിയാണോ എന്നുള്ളത്. ഒന്ന് നിങ്ങൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാലും അത് കിട്ടാവുന്നതേ ഉള്ളൂ. ബട്ട് വി ക്യാൻ ഹാവ് എ വെരിഫിക്കേഷൻ ഹിയർ. ഉദാഹരണത്തിന് യു കൺസിഡർ ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു say 3x square plus 2. G of x is equal to 2x plus 3. Gx plus നമുക്ക് എടുക്കേണ്ടത് പ്രിമിറ്റീവ് പോളിനോമിയൽസ് അല്ലേ. ഓക്കെ, ഇതിനെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 6x ക്യൂബ് പ്ലസ്
9x square plus 4x plus 6 അല്ലേ? അപ്പോൾ ഞാൻ ഒരു പി എന്ന് പറയുന്നത് ഞാൻ അവിടെ എടുത്ത പി തന്നെ ആവണമെന്നില്ല. ഞാനിപ്പോൾ പി എന്താ എടുക്കാം, പി ഈക്വൽ ടു സേ 2 എന്നെടുത്തു. എഴുതിയ എഫ് ബാർ ഓഫ് എക്സ് എന്താവും, എക്സ് സ്ക്വയർ എന്നാവും അല്ലേ? 3 1 ആവും, 2 0 ആവും. ഇതിലോ ജി ബാർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 0 ആവും, 3 1 ആവും. ഇതിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ബാർ എന്താവും, ഇത് 0 ആയി, ഇതെന്താവും, ഇത് എക്സ് സ്ക്വയർ 1 ആയി, ഇത് 0 ആയി, ഇത് എക്സ് സ്ക്വയർ ആവും. വാട്ട് ഈസ് എഫ് ബാർ ഓഫ് എക്സ് ഇൻറ്റു ജി ബാർ ഓഫ് എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഡി എന്ന് പറയുന്നത് കണ്ടന്റിന്റെ എഫ് ഓഫ് എക്സിന്റെ ജി ഓഫ് എക്സിന്റെ കണ്ടന്റിന്റെ ഡിവൈസർ ആണ്. അതായത് അതിന്റെ എല്ലാ കോഫിഷ്യന്റും പിയുടെ മൾട്ടിപ്പിൾ ആണ്. എഫ് ഓഫ് എക്സിന്റെ ജി ഓഫ് എക്സിന്റെ എല്ലാ കോഫിഷ്യന്റും അപ്പോൾ പിയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കില്ലേ? അപ്പോൾ ഈ എഫ് ഓഫ് എക്സിന്റെ ജി ഓഫ് എക്സിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, മോഡുലോ പി റെഡ്യൂസ് ചെയ്യുമ്പോൾ 0 അല്ലേ കിട്ടൂ. അപ്പോൾ നമ്മുടെ ഇത് ഫീൽഡിലെ പ്രോപ്പർട്ടി അനുസരിച്ച് ഈ എഫ് ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ ഡൊമൈൻ ആണ് അല്ലേ? So this implies f bar of x is equal to 0 or g bar of x is equal to 0 as Zp of x is an integral domain. Okay, so that implies modulo p reduce ചെയ്യുമ്പം 0 ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? That implies p divides coefficients of f of x or p divides all the coefficients of g of x. So that implies p divides എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഓർ പി ഡിവൈഡ്സ് കണ്ടന്റ് ഓഫ് ജി ഓഫ് എക്സ്. ദാറ്റ് ഇംപ്ലൈസ് പി ഡിവൈഡ്സ് 1. സോ ദാറ്റ് ഇംപ്ലൈസ് പി ഈക്വൽ ടു 1. അല്ലെങ്കിൽ ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. കാരണം കണ്ടന്റ് ഓഫ് എഫ് ഓഫ് എക്സും 1 ആണ്, കണ്ടന്റ് ഓഫ് ജി ഓഫ് എക്സും 1 ആണ്. ഹെൻസ് ഡി ഹാസ് no prime divisor. So that implies f of x into g of x is primitive. Okay. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പോസ് ചെയ്തും സ്ലോ ആക്കിയോ മറ്റോ ഒക്കെ കണ്ട് മനസ്സിലാക്കണം. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു റിസൾട്ട്, reducibility over Q implies reducibility over Z. അപ്പോൾ നമുക്ക് ഒരു പോളിനോമിയൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ 2x² + 4 എന്ന് പറയുന്ന പോളിനോമിയലിനെ എനിക്ക് ഇസഡ് ഓഫ് എക്സിലെ പോളിനോമിയലായിട്ടും എടുക്കാം, ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയലായിട്ടും എടുക്കാം അല്ലേ? ഈ രണ്ടിലുമുള്ള ഈ റെഡ്യൂസിബിലിറ്റിക്ക് ഒരു ബന്ധമുണ്ട്. ക്യൂവിൽ റെഡ്യൂസിബിൾ ആണെങ്കിൽ ഇസഡിലും എപ്പോഴും റെഡ്യൂസിബിൾ ആയിരിക്കും. പക്ഷേ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. കാരണം ഇത് ഇസഡ് ഓഫ് എക്സിൽ റെഡ്യൂസിബിൾ ആണ്, പക്ഷേ ക്യൂവിൽ റെഡ്യൂസിബിൾ അല്ല അല്ലേ? നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് എപ്പോഴും ശരിയാണ്. ക്യൂവിലൊരു റിഡക്ഷൻ കിട്ടിയാൽ ഇസഡിലും ഒരു റിഡക്ഷൻ കിട്ടും. ഇത് ഐഡിയ സിമ്പിളാണ്. കാരണം ക്യൂവിൽ ഒരു പോളിനോമിയൽ റെഡ്യൂസിബിൾ ആണെങ്കിൽ, ഓക്കെ, ലെറ്റ് us see the proof. പ്രൂഫ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എക്സാമ്പിളിൽ ഇത് പറയാം. സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഇൻ ക്യൂ ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സിൽ റെഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ. എഫ് ഓഫ് എക്സ് എവിടെ നിന്നാണ് എടുത്തത്?
z of x ന്ന് എടുത്തത്. So assume that f of x is primitive. ഇത് എപ്പോഴും ചെയ്യാം, കാരണം നമുക്ക് കോഎഫിഷ്യൻസിന് കോമൺ ഫാക്ടർ വരുന്നതിനെ പുറത്തെടുക്കാമല്ലോ. ഏതുപോലെ ഇപ്പം 2x² + 4 ഈസ് നോട്ട് പ്രിമിറ്റീവ്, കാരണം കോഎഫിഷ്യൻസിന്റെ GCD 2 അല്ലേ. പക്ഷെ ഞാൻ ഈ 2 പുറത്തെടുത്താലോ, ഇത് പ്രിമിറ്റീവ് അല്ലേ. അപ്പം ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ ഇവിടെ ഇതിനെ റെഡ്യൂസ് ചെയ്താലും മതിയല്ലോ, ഇതൊരു നമ്പർ അല്ലേ, ഡിഗ്രി 0 ആയിട്ടുള്ള നമ്പർ അല്ലേ. അപ്പം എനിക്ക് എപ്പോഴും ആ ഒരു കോഎഫിഷ്യൻസിനെ പുറത്തെടുത്തുകൊണ്ട് പ്രിമിറ്റീവ് ആക്കാൻ പറ്റും. അപ്പം വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി അസ്യൂം ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് പ്രിമിറ്റീവ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ടേക്ക് ദ ലിസ്റ്റ് ലെറ്റ് എ ബി. ഇത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ സിമ്പിളാണ്, പ്രൂഫായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നെങ്കിലും ലീസ്റ്റ് കോമൺ multiple of the denominators of the coefficients of g of x and b be the least. ഞാനിത് എക്സാമ്പിൾ ഉപയോഗിച്ച് പറഞ്ഞിട്ട് ഒന്നുകൂടെ ഈ പ്രൂഫ് പറയാമേ. കോമൺ മൾട്ടിപ്പിൾ ഓഫ് the denominators of h of x. Then ആ ഡിനോമിനേറ്റർ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എ ബി ഇൻറ്റു ഈക്വൽ ടു എ ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ബി ഇൻറ്റു ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ. വേർ എ ഇൻറ്റു ജി ഓഫ് എക്സ് ബി ഇൻറ്റു എച്ച് ഓഫ് എക്സ്, അതിൻ്റെ കോഫിഷ്യൻ ഇതെല്ലാം എന്തായിരിക്കും, ഇസഡിലെ കോഫിഷ്യൻസ് ആയിരിക്കും. So let C1 be the content of A into G of x and let C2 be the content of B into H of x. So then A into G of x is ഈ കണ്ടന്റിന് പുറത്തെടുത്താൽ C1 into G of x എന്ന് എഴുതാം, B into H of x നെ C2 into some H1 of x എന്ന് എഴുതാം അല്ലെ. കണ്ടന്റിന് കോമൺ ആയിട്ട് പുറത്തെടുക്കും. ആ പുറത്തെടുക്കുന്ന ഇത് എന്തായിരിക്കും, പ്രിമിറ്റീവ് ആയിരിക്കും അല്ലെ. നേരെ തൊട്ട് മുമ്പ് 2x² + 4 കാണിച്ച പോലെ G1 of x and H1 of x are primitive polynomials. So what will be the content of C1 C2 അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ പറ്റും. വാട്ട് അബൌട്ട് എ ബി ഇൻറ്റു എഫ് ഓഫ് എക്സ്. എ ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈസ് നമ്മളിവിടെ എഴുതിയല്ലോ എ ഇൻറ്റു ജി ഓഫ് എക്സ് ബി ഇൻറ്റു എച്ച് ഓഫ് എക്സ്. അതിനപ്പം എന്ത് എഴുതാം, ഇറ്റ് ഈസ് C1 C2 G1 of x ഇൻറ്റു H1 of x അല്ലേ. Since f of x is primitive by our assumption,
content of AB into f of x is എബിയുടെ കണ്ടന്റ് എ ബിക്കകത്ത് ഇ സി ഡി എടുക്കുമ്പോൾ 1 വരുന്നത്, പിന്നെ വരുന്ന എല്ലാത്തിൻ്റെ കൂടെ ഒരു എ ബി വരുന്നുണ്ടല്ലോ, എ ബി ആയിരിക്കും കണ്ടന്റ് അല്ലേ. സോ ദാറ്റ് ഇംപ്ലൈസ് കണ്ടന്റ് ഓഫ് C1 C2 G1 of x H1 of x implies അല്ല, സിമിലർലി ഇറ്റ് ഈസ് C1 C2 കാരണം G1 of x H1 of x പ്രിമിറ്റീവ് ആണ്. സോ ഹെൻസ് എന്ത് കിട്ടി, എ ബി ഈസ് ഈക്വൽ ടു C1 C2. നമ്മളിവിടെ എഴുതിയിരിക്കുന്ന എ ബിൻ്റെ എക്സ് ഇത് ഈക്വൽ എന്നല്ലേ, ഇത് ഈക്വൽ എന്നല്ലേ. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, എ ബിയും C1 C2 ക്യാൻസൽ ചെയ്യാം. സോ ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു G1 of x into H1 of x, where G1 of x comma H1 of x element of Z of x. That implies f of x is reducible in Z of x. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്യൂവിൽ നിന്ന് എനിക്കൊരു റിഡക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, ബേസിക്കലി അവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടന്റിനെ പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്ത് കളയുക എന്നുള്ളതാണ്. രണ്ടിടത്തു നിന്നുള്ള കണ്ടന്റ് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്താൽ അത് ഇതാവും. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് so for example 2x square plus z of x ഒരു പോളിനോമിയൽ എടുക്കണം. say 2x square plus 4x plus I should take q of x റെഡ്യൂസിബിൾ ആയിരിക്കും, എളുപ്പമുള്ള എടുക്കുക, x square plus 2x plus 1. അപ്പോൾ ഇതിനെ q of x ഇപ്പോൾ രണ്ട് a by b into x plus c by d ഇൻറ്റു പിന്നെ ഒരു പോളിനോമിയൽ എടുത്ത് നോക്കുന്നു, സേ ഇ ബൈ എഫ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ബൈ ജെ എന്നോ മറ്റോ എഴുതിയെന്ന് വെച്ചോ. സോ ഇവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത് എന്താ, ഇവിടുത്തെ എൽ സി എം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ബി ഡി ഇവിടെ വരും, പിന്നെ എഫ് ജെ ഇവിടെ വരും, ഇൻറ്റു എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഇ എക്സ് പ്ലസ് ബി എന്ന് വരും അല്ലേ. എ എക്സ് അല്ല, ഇവിടെ ഒരു എ ഡാഷ് ബി ഡാഷ് എന്ന് വിചാരിച്ചോളൂ. നമ്മൾ നേരത്തെ എഴുതിയ ജി ബാറും എച്ച് ബാറും ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കണ്ടന്റ് 1 ആയതുകൊണ്ട് ഈ ഒരു ടേം 1 ആകാനേ നിവൃത്തിയുള്ളൂ. കാരണം ഇത് 1ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് എന്ത് വരും, എനിക്ക് 1ൽ കൂടുതലായിപ്പോകും. അപ്പം അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ഈ ബിയും ഡിയും എഫും ജെയും ഒക്കെ 1 ആയാലേ പറ്റുള്ളൂ. എസെൻഷ്യലി അവിടെ സംഭവിക്കുന്നത് എന്താ, ഇത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതാണ് ആ പ്രൂഫിൽ ഇപ്പോൾ കണ്ടന്റ് ഒക്കെ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. അതാണ് റിഗറസ് ആയിട്ട് പ്രൂഫ് എഴുതാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ പുറത്തെടുത്ത് ആ കണ്ടന്റ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ഒരുപോലെ വരുന്ന ഈ ടേമുകൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് എന്താ, ഇൻറ്റിജർ കോഫിഷ്യൻ്റ് ഉള്ള പോളിനോമിയലായി. ഇതാണ് അവിടുത്തെ ഐഡിയ. അപ്പോൾ ഇത്രയും റിസൾട്ടുകളും ഇത്രയും പ്രൂഫുകളും കൂടെ നിങ്ങൾ പഠിക്കുക. ബാക്കിയുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മോഡൽ ക്വസ്റ്റ്യനിൽ പറയും. ഓക്കെ, താങ്ക് യു. All the best.